അതായത് യുദ്ധം ഭരണകൂടത്തെ മാറ്റാനല്ല, ഈ പറഞ്ഞതുപോലെ അണ്വായുധ ഭീഷണി ഇല്ലാതാക്കാനും മിസൈൽ ഭീഷണി ഇല്ലാതാക്കാനും മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് ട്രംപ് പറയുകയാണ്. ഒപ്പം നാവികസേനയുടെ പദ്ധതികളെ ഞങ്ങൾ തകർക്കും എന്നും പറയുന്നു. ഇത് നേരത്തെ ട്രംപിൻ്റെ വലിയ അവകാശവാദം ഞങ്ങൾ ഭരണകൂടത്തെ മാറ്റും എന്നുള്ളതായിരുന്നു. ഇത് ഭരണമാറ്റത്തിന് വേണ്ടിയുള്ളതല്ല, പക്ഷേ ഭരണമാറ്റം ഉണ്ടാവുകയും അത് ലോകത്തിന് ഗുണം ചെയ്യുകയും ചെയ്യുമെന്നുള്ള പുതിയ പ്രസ്താവനയാണ് ഇപ്പോൾ US-ൻ്റെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് ശ്രദ്ധേയമാണ്. ഈ ആക്രമണം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഭരണനേതൃത്വത്തിലെ ഉന്നതൻ മാധ്യമ സമ്മേളനം നടത്തുന്നത് എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇപ്പോൾ അമേരിക്ക പ്രതീക്ഷിച്ചതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നതുകൂടി വ്യക്തമായിട്ടുണ്ടാകണം അമേരിക്കയ്ക്ക്, പാർവതി. കാരണം ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഭരണനേതൃത്വത്തെ പൂർണ്ണമായി മാറ്റും, ഞങ്ങൾക്ക് കൂടി താല്പര്യമുള്ള ആളുകളെ അവിടെ പ്രതിഷ്ഠിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ തുടർച്ചയായിട്ടുള്ള അവകാശവാദം. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇറാനിൽ പുതിയ ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുത്തു. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിന് സ്ഥിരീകരണമില്ല. അപ്പോൾ ട്രംപ് അല്ലെങ്കിൽ US പറയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇറാൻ്റെ ആണവായുധ നിരായുധീകരണം മാത്രമാണ് എന്ന്. എന്തിൻ്റെ സൂചനയാണ്? രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ അമേരിക്ക പറയുന്നത് പോലുള്ളൊരു ഭരണകൂടത്തെ ലഭിക്കുന്ന കാര്യവും അല്ലെങ്കിൽ അത് അനുസരിച്ച് നിൽക്കുന്നൊരു ഭരണകൂടത്തെ ലഭിക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഇറാനെ തടയാൻ ഏറ്റവും മികച്ച അവസരമാണ് ഇതെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഒപ്പം അതുതന്നെയാണ് ആക്രമണം തുടങ്ങാൻ കാരണമെന്നും പറഞ്ഞു. അതിനിടെ ദുബായിക്ക് സമീപമുള്ള ഓസ്ട്രേലിയൻ വ്യോമതാവളത്തിന് നേരെയും ആക്രമണമുണ്ടായി. പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അമേരിക്ക കൂടുതൽ പോർവിമാനങ്ങളും അയച്ചിട്ടുണ്ട്. ഇറാനെതിരായ സൈനിക നടപടി 4 ആഴ്ചയോളം നീണ്ടു നിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വീണ്ടും അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായത്. റിയാദിലെ എംബസി ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയത്. ഈ ഇറാനെതിരായ സൈനിക നടപടി നീളുന്നതിനൊപ്പം തന്നെ ടെഹ്റാന്റെ മിസൈൽ ആണവശേഷികൾ നശിപ്പിക്കാൻ വാഷിംഗ്ടൺ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഇസ്രായേൽ സൈന്യം പടിഞ്ഞാറൻ ജെറൂസലേം, ടെൽ അവീവ്, എയ്ലാത്ത് എന്നിവിടങ്ങളിലെ മിസൈൽ ആക്രമണങ്ങൾ നടന്നു. ഇസ്രായേൽ മുഴുവൻ സ്ഥലങ്ങളിലും ഇറാൻ ആക്രമണം തുടരുകയാണ്. ശനിയാഴ്ച മുതൽ ഇസ്രായേലിൽ കുറഞ്ഞത് 10 പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഇറാഖ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാനിയൻ കുർദിഷ് നേതാക്കളുമായി അതിനിടെ ട്രംപ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ സൗദി അറേബ്യയിലെ റിയാദിലെ എംബസിയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷാ നിർദ്ദേശങ്ങളും അമേരിക്ക നൽകിയിട്ടുണ്ട് അവരുടെ പൗരന്മാർക്ക്. ഇറാനെതിരെ യുദ്ധം ചെയ്യുന്ന മേഖലയിലെ സമാധാനത്തിലേക്ക് ഉള്ള പാത സാധ്യമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ദിസ് ഇസ് നോട്ട് ആൻ എൻലെസ് വാർ എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. തീരാത്ത യുദ്ധമല്ലെന്നല്ലെങ്കിൽ